ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 34 8 മുതൽ 10 വരെ. സാംസ് ചാപ്റ്റർ 34 വേഴ്സ് 8-10. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ നമ്മുടെ വിശ്വാസം ദൈവത്തിൽ ഭരമേൽപ്പിച്ചാൽ നമുക്കൊരു ഹാപ്പി ലൈഫ്, സാറ്റിസ്ഫൈഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്ഡ് ലൈഫ് കിട്ടും. എന്നാൽ ഇപ്പോഴത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അതിന് സാധിക്കുന്നില്ല. ചിലപ്പോൾ അതൊരു ദിവസങ്ങളിലേക്ക് നീണ്ടുപോകാം, ചിലപ്പോൾ ആഴ്ചകളായി നീണ്ടുപോകാം. അങ്ങനെ ദൈവവുമായി ഒരു അകൽച്ച നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിനെ തുടർന്ന് പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ തെറ്റായ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ നല്ലൊരു റിലേഷൻ ദൈവവുമായി ബിൽഡ് ചെയ്ത് എടുത്താൽ, അവൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ തുടർന്ന് ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ്, ഒരു ഹാപ്പി ലൈഫ് നമുക്ക് കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കുറേ ബ്ലെസ്സിങ്സ് അവൻ നമ്മുടെ ജീവിതത്തിൽ തരും. അതിൽ കൂടെ യഹോവയെ നമുക്ക് നല്ലവൻ എന്ന് രുചിച്ചറിയുവാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടലില്ലല്ലോ. പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിക്കും. എന്തൊരാവശ്യം വന്നാലും ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു മുട്ടില്ലാതെ, ഒന്നിനും ഒരു കുറവില്ലാതെ അവൻ ഓരോ ദിവസവും അത് സാധിച്ചു തരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു കുറവും കൂടാതെ അവൻ നമ്മെ പുലർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തത് 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നമുക്കറിയാം, ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ദൈവം എപ്പോഴും നന്മ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഹി വോണ്ട്സ് ടു ഗീവ് ഗുഡ് ഗിഫ്റ്റ്സ് ടു ഹിസ് കിഡ്സ് ആൻഡ് ബ്ലെസ് അസ് ആൻഡ് കെയർ ഫോർ അസ്. ദൈവം തൻ്റെ മക്കൾക്ക് എപ്പോഴും നല്ല ഗിഫ്റ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം ദൈവത്തിനറിയാം അത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് നല്ലതല്ല എന്ന്. സോ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ തന്നെ ഒരുക്കണം. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിനറിയാം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന്. അതവൻ തക്ക സമയത്ത് നമുക്ക് തരും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തെ അന്വേഷിക്കുക, അവനിൽ ശരണം പ്രാപിക്കുക. എന്നാൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്നാണ്. അതുപോലെ ദൈവത്തോടൊപ്പം നടക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ.